ഇന്ന് എവിടുക്ക പോണേ? ഐക്യ എന്ന് പറയുമ്പോഴാണ് ഗൈസ് പണ്ട് പെരയിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബാംഗ്ലൂർ കൊണ്ടുപോയ ആളാണ്. ഇന്ന് ഐക്യ നമ്മൾ ഖത്തറിലാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീടൊക്കെ വെക്കുന്നവർക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. കാരണം ഐക്യയിലെ കുറേ മോഡലുകൾ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ പെരയിൽ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അതേമാതിരി അപ്പോൾ നിങ്ങൾ വീട് പണി എടുക്കണമെങ്കിൽ നിങ്ങൾക്കുള്ള നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം. എൻ്റെ ഐബ് നോക്കി ചെറുക്കി ഐബ് എവിടെ ഐബോ അലേ പറഞ്ഞിരുന്നു ഗൈസ്. ഇതാണ് കേട്ടോ ഐക്യ അതിൻ്റെ ഉള്ളിൽ ആണ് സെറ്റ് ചെയ്ത്. ബാംഗ്ലൂരത്തെ ഐക്യ അല്ല, ഖത്തറിലെ ഐക്യ രണ്ടും വ്യത്യസ്തമുണ്ട്. ഇത് കണ്ടോക്കി അപ്പം എന്തായാലും ഉള്ളിൽ കയറി ബെഡ്റൂം സെറ്റ് എന്നിൽ ഈ പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ റേറ്റ് കുറവും വെയിറ്റ് കുറവും ഉള്ളത് എടുക്കണം കേട്ടോ. എടുക്കണോണ്ട് കുഴപ്പമില്ല. റൂമിലേക്കുള്ള ഡെക്കോർ ഐറ്റംസുകൾ എടുത്താൽ മതി, അല്ലാത്തൊന്നും എടുക്കണ്ട കേട്ടോ. നാട്ടിൽ കിട്ടാത്ത സാധനം ഐക്യ അറബിയിലാണ്, ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടു. അടിയാ എന്നാ നമുക്ക് ഞാൻ കുട്ടീനെ അതിൽ കടത്താം. അപ്പം ഞാൻ കുറച്ച് കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചത് കാണിച്ചു കേട്ടോ. കാണേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സിനോ, പുതിയതായിട്ട് വീട് വെക്കുന്നവർക്ക് ഒരുപാട് ഐഡിയാസ് ഇത് കിട്ടും. ഇനി ഞങ്ങൾ വീഡിയോ എടുക്കണം നോക്കണ്ട, നിങ്ങൾക്ക് വീടിന് വല്ല തീമും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കി വെച്ചോളി. പേസ്റ്റൽ കളേഴ്സാണ്. ഇപ്പോൾ ഈ ചുമരിനൊക്കെ കൊടുത്ത കളർ കൊടുക്കുമ്പോഴാണ് ആ പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ടോ, അല്ലാതെ കുറേ ഡാർക്ക് അടിച്ചിട്ട് കാര്യമല്ല. അതേപോലെ ഈ ഒരു ഇതിനെന്താ പറയുക, എസ്തെറ്റിക് കളറോ, എസ്തെറ്റിക് കണ്ടോ, എന്താ ലുക്ക്, അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പറയുക, വെറുതെ പറയുക. പക്ഷെ നിങ്ങൾക്ക് ഇത് കണ്ടറിയില്ലേ, ആ ഒരു രാജകീയ പ്രൗഢിയല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ഉപകാരപ്പെടും. കാരണം വീട് വെച്ച് നമ്മളൊക്കെ ഒരു വീട് വെച്ച ആൾക്കാരാണ്. നമുക്ക് ഐക്യ പോയപ്പോഴാണ് ഓരോ ഐഡിയാസ് കിട്ടിയത്. സോഫൻ്റെ കളർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയത് നമ്മളെയും കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ, ഒരുപാട് കളേഴ്സ്. ഇത് കിഡ്സ് റൂമിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം കണ്ണമാനം കളറിങ്ങൾ കൊടുക്കണ്ട, ഒരു രണ്ട് ലൈറ്റ് കളർ കൊടുത്താൽ മതി. കണ്ടോ, ഒരു യെല്ലോ ഷെയ്ഡും വൈറ്റും കൊടുത്ത് എന്താ ഒരു പ്രീമിയം ലുക്കല്ലേ. അതുപോലെ തന്നെ ഇതാ ലാവൻഡറും അതേമാതിരി ഗ്രീനും അതേമാതിരി ഗ്രേയും വെച്ചിങ്ങാണ്ട് ഒക്കെ ലൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാ വുഡ് കൊടുത്തിട്ട് ഡാർക്ക് വുഡ് കൊടുക്കാതെ ഒരു ലൈറ്റ് വുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് വേറെ തന്നെയാണ്. ഇനി ഫുൾ ബ്ലാക്കിൽ നോക്കിയേക്ക് ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതേമാതിരി കണ്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ വീട് വെക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് ഒരു വീടെന്നുള്ളത്. നമുക്കിതൊന്നും ചെയ്യാൻ ഓവർ പൈസൻ്റെ ആവശ്യമില്ല. നിങ്ങളടിക്കണ പെയിൻറ്റിങ്ങിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ കണ്ടമാന സാധനങ്ങൾ നിങ്ങൾ വലിച്ച് കൂട്ടണം എന്ന് നമ്മൾ പറയുന്നത്. നോക്കി കണ്ടോ, ഇതൊക്കെ ഒരു നല്ല രസമാണ് കാണാൻ. ഈ ടി വിൻ്റെ സ്റ്റാൻഡ് നോക്കിയേക്ക്, അതായത് നമ്മൾ ടി വിൻ്റെ അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇത് നോക്കി ലൈറ്റ് കളറിൽ കൊടുത്ത് ഒരു സ്റ്റാൻഡേർഡാണ് കാണാൻ. മറ്റേത് കുറേ ഡാർക്കിൽ കുറേ എന്താണ് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആകെ ഒരു പുറം എന്താ തുമ്പില്ലാണ്ടാക്കും. അലമാര ഗ്രീനും ഒക്കെ വൈറ്റും ഒക്കെ അതുപോലെ ബ്ലാക്കും ഒക്കെ. അതെടുത്തോ 69 അതിൽ എഴുതിയിരിക്കണേ 69 റിയാൽ. 69 റിയാൽ എത്ര വരിക? 69 റിയാൽ എത്ര വരിക? 1400. ഭംഗിയുണ്ടോ? അത് ഈ പുറത്ത് എഴുതിയ എത്ര? 12 റിയാലോ? 12 റിയാലാവുമ്പോൾ എത്രയാവും? 10 റിയാലിന് 250 അടുത്ത്. 300 റുപ്യൻ്റെ ഉള്ളിലുള്ളൂ. അത് ആദ്യം അതന്നെയാണോ എന്ന് ചോദിച്ചു നോക്ക് ഗൈസ്. ഈ കിച്ചൺ എവിടെയും കണ്ടിക്കണോ? ഈ കിച്ചൺ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഈ കിച്ചണിനെ കുറിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. അതോ അതേ വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതേമാതിരി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിച്ചാൽ നടക്കും അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഇതെല്ലാം.
ഇത് വില ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ റേറ്റൊന്നും ഞാൻ പറയണില്ല. 57,900 എന്ന് പറഞ്ഞാൽ ഇവിടെ റിയാലാ അങ്ങനെ വരിക. കൂട്ടി ആയിക്കോളി, നല്ലൊരു സംഖ്യ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വൈറ്റ് കിച്ചൺ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ കിച്ചൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. നല്ല പ്രീമിയം ലുക്കാണ് കേട്ടോ. ഒന്നുമില്ല, ഡിസൈനൊക്കെ അതന്നെ, പക്ഷേ അതിൻ്റെ കളറ് ഈ ഗ്രീനിലോട്ട് മാറ്റിയാൽ മതി. ഫോണിൽ കുറച്ച് ഡാർക്കായി തോന്നും, പക്ഷേ ലൈറ്റ് ഗ്രീനാണ് കേട്ടോ വരുന്നത്. എല്ലാം കിടക്കണമൊക്കെ നല്ല ഉറക്കാട്ടോ. ട്രോളിയിലാണ്. അപ്പോൾ ഒരുവിധം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ അയക്കേണ്ടി കാണിച്ചു തന്നു. ഇനി നമ്മൾ പ്രയർ റൂം നിസ്കരിക്കാൻ കയറുകയാണ്. അതേമാതിരി ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആവണം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആദ്യം പോയി. ഞാൻ അലഞ്ഞു നോക്കി. ജോലി വന്നതിന് ശേഷം ഞാൻ പോകട്ടോ. അങ്ങനെ കിച്ചണും ബെഡ്റൂം സെറ്റൊക്കെ കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതും വെറൈറ്റി പേസ്റ്റൽ കളേഴ്സിൽ വരുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ അയക്കുന്ന കൂടുതൽ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീഡിയോ എടുക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. കാരണം അറബികളൊന്നും അതിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഫാമിലിനെ തന്നെ കേട്ടോ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത് എത്തിയിട്ടത് വില്ലാജിയോ മാൾ എന്ന് പറഞ്ഞൊരു മാളിലാണ് കേട്ടോ. മക്കളെ ഒരു രക്ഷയില്ല. പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ ബുർജ് ഖലീഫിൻ്റെ രൂപത്തിൽ ടവറൊക്കെ നിൽക്കുന്നുണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ ഇത് മാളാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും. അമ്മാതിരി സെറ്റിങ്ങിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉള്ളിലൊക്കെ നോക്കിയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഇതേമാതിരി തോടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ തോടിൻ്റെ ഉള്ളിൽ തോണി അതിങ്ങനെ ആൾക്കാരങ്ങനെ സഞ്ചരിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു ലക്ഷറിയസ് ഫീലാണ്. നോക്കിയൊക്കെ 4 പുറം നമ്മളൊരു അയർലാൻഡിലൊക്കെ പോയ അല്ലെങ്കിൽ ഒരു മെക്സിക്കോയിലൊക്കെ പോയ മാതിരിക്കുള്ള ബിൽഡിങ്ങുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ആളുകൾ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും ഒരു മാളിൽ കയറി നമുക്കൊരു ഭീതിയല്ല ഉള്ളത്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തിൽ തന്നെയാണ്. ഒന്ന് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഇതിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു മാള് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു മാള് കാണുന്നത്. അപ്പോൾ ഇതൊരു മാളിൻ്റെ ഉള്ളിലാണ്. മാളിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഖത്തറിലെ ഒരു മാളിൻ്റെ ഉള്ളിലാണ്. നടുവിലൊരു തോണിയൊക്കെ വെച്ച് ഒരു എന്താ പറയുക, ഒരു മാളാണ് നമുക്ക് തോന്നുന്നില്ല. മുകളിലെ ആകാശവും താഴെ ഭൂമിയും കണ്ടമാതിരി മുകളിലെ ആകാശവും പിന്നെ ഫുള്ള് നമ്മൾ അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോയ മാതിരിക്ക് ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഡമ്മി പോലെ ഒക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ കടകളും ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. നല്ല രസം കേട്ടോ കാണാൻ അല്ലേ. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 3-4 സ്ഥലം കവർ ചെയ്തു. ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി, പിന്നെ ഐക്യ പോയി, പിന്നെ വില്ലാജിയോ മാളിൽ പോയി. വില്ലാജിയോ മാളിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഏതോ ഒരു പാർക്കിലോട്ടാണ് കേട്ടോ. ഇവിടുത്തെ പാർക്കിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. അതിൻ്റെ ഉള്ളിൽ ഇതേമാതിരത്തെ ഓരോ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും പിന്നെ കുറേ നേരം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഏരിയകളും പിന്നെ ഇതേമാതിരി ഒരു വാട്ടർ ഫാൾസിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നടക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകളും അതിൻ്റെ മറ്റിൽ നമ്മൾ ലൈറ്റിൽ കുറേ ബിൽഡിങ്ങുകളും മൊത്തത്തിൽ എന്തായാലും അടിപൊളിയായിരുന്നു. അലേക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അലേക്ക് ഭയങ്കര ഇഷ്ടമായിക്കണ്. എന്തായാലും ഞാനും മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാനാണെന്നുണ്ടെങ്കിലും സിനിമ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ കാണാത്തൊരു സ്ഥലം കാണുമ്പോഴും ഒക്കെ അടിപൊളി തന്നെയല്ലേ. പിന്നെ ഈ താറാവുകൾ ഇങ്ങനെ ഒരുപാട് താറാവുകളും അതിനെ നോക്കി നിൽക്കുന്ന അലേഹയും കുറേ നേരം അലേഹ അതിനെ കളിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു താറാവ് പണി ഒപ്പിച്ചു, അലേഹനെ കൊത്താൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. പിന്നെ അലേഹ താറാവിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. ഗൈസ്, അപ്പോൾ ഏകദേശം ഖത്തറൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഞാൻ നിങ്ങളെയും കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും മൊത്തത്തിലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളൊരു ചായയും കുടിച്ച് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന മസാലക്കടലയും മിച്ചറൊക്കെ കുടിച്ച് നമ്മളെന്താക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ മാത്രമല്ല, നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.